നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ VS സുജിത്തിനെ സന്ദർശിക്കുന്നതിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പിന്മാറി. സുരേഷ് ഗോപിയുടെ സന്ദർശനം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിൽ നേതൃത്വം ഇടപെട്ടാണ് സന്ദർശനം റദ്ദാക്കിയതെന്ന് സൂചന. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. മണ്ണുത്തി കാളത്തോട് പുതുപ്പറമ്പിൽ മുഹമ്മദ് സ്വാലിഹിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. തൃശൂരിൽ നിന്നുള്ള വിദഗ്ധ ഷൂട്ടർ അലക്സിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘത്തെ പന്നികളെ വെടിവെച്ചു കൊല്ലുവാനായി നിയോഗിച്ചു. കണ്ണന്റെ പിറന്നാളിനൊരുങ്ങി ഗുരുപവനപുരി. അഷ്ടമിരോഹിണി ആഘോഷം ഞായറാഴ്ച. പൊതുവരിയിൽ നിന്ന് ദർശനം നടത്തുന്നവർക്ക് മുൻഗണന നൽകും. 40,000 പേർക്ക് പിറന്നാൾ സദ്യയൊരുക്കും. അഷ്ടമിരോഹിണി നാളിൽ അന്നലക്ഷ്മി ഹാളിലും പ്രത്യേക പന്തലിലും ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി സദ്യയൊരുക്കും. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ വൈകിട്ട് 4:30യോടെയായിരുന്നു അന്ത്യം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് PP തങ്കച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ആരോഗ്യനില മോശമായി വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത്. കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ സ്ഥിതി വീണ്ടും മോശമാവുകയും വൈകിട്ട് മരണം സംഭവിക്കുകയും ചെയ്തു. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ 11-ന് പെരുമ്പാവൂരിലെ വീട്ടിലെത്തിക്കും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് അകപ്പറമ്പ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം. 6 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയ ജീവിതത്തിൽ KPCC പ്രസിഡന്റ്, UDF കൺവീനർ, ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രി, പെരുമ്പാവൂരിൽ നിന്ന് 4 തവണ MLA, എറണാകുളം DCC പ്രസിഡന്റ്, പെരുമ്പാവൂർ നഗരസഭാധ്യക്ഷൻ തുടങ്ങിയ സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. തങ്കച്ചന്റെ നിര്യാണത്തിൽ AK ആന്റണി, KC വേണുഗോപാൽ അടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അനുശോചിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ VS സുജിത്തിനെ സന്ദർശിക്കുന്നതിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പിന്മാറി. വ്യാഴാഴ്ച രാവിലെ 10:45-ന് സുജിത്തിനെ സുരേഷ് ഗോപി സന്ദർശിക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് സന്ദർശനം റദ്ദാക്കിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ സന്ദർശനം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന തിരിച്ചറിവിലാണ് BJP നേതൃത്വം ഇടപെട്ട് സന്ദർശനം റദ്ദാക്കിയത് എന്നാണ് കരുതുന്നത്. കൂടാതെ കഴിഞ്ഞ കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ BJP അംഗം ബിനുപ്രസാദ് നടത്തിയ വെളിപ്പെടുത്തൽ BJP നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു. BJPയുടെ മുൻ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ആനായിക്കൽ സ്വദേശിക്ക് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സമാനമായ രീതിയിൽ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ 10 ലക്ഷം രൂപ വാങ്ങി നേതൃത്വം ഒത്തുതീർപ്പാക്കി എന്നായിരുന്നു ബിനുപ്രസാദിന്റെ വെളിപ്പെടുത്തൽ. ഇതോടെ BJP നേതൃത്വം പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി സന്ദർശനത്തിൽ നിന്നും പിന്മാറുന്നതിനിടയാക്കിയത്. പോലീസ് മർദ്ദനങ്ങൾ നാടെങ്ങും ചർച്ച ചെയ്യുമ്പോൾ 3 പതിറ്റാണ്ട് മുൻപ് ഏറ്റ ക്രൂരമർദ്ദനത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് CPIM നേതാവും കുന്നംകുളം നഗരസഭാ വികസന സ്ഥിരം സമിതി ചെയർമാനുമായ PM സുരേഷ്. DYFI കുന്നംകുളം മുനിസിപ്പൽ ഭാരവാഹിയായിരുന്ന കാലത്താണ് പോലീസിന്റെ ക്രൂരമർദ്ദനം സുരേഷ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1994-ലും 1996-ലുമായി 2 തവണയാണ് സുരേഷിന് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 94-ൽ CPIM ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ഭാഗമായി നടന്ന പ്രകടനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെയായിരുന്നു മർദ്ദനം. പോലീസുകാർ ഓടിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ റോഡിലുള്ള ഹോട്ടലിലേക്ക് ഓടിക്കയറിയ സുരേഷിനെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. എൻ്റെ ഓർമ്മയിലെ പോലീസ് മർദ്ദനം എന്ന് പറഞ്ഞാൽ കിരാതമായ പോലീസ് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 1994 ഒരു ഹർത്താലിൽ പ്രകടനം നടത്തി പ്രകടനം പിരിഞ്ഞു പോകുന്ന സമയത്താണ് പോലീസ് എല്ലാവരെയും ഓടിയതിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാം ഓടി. ആ ഓടി ഒരു ബ്രൈറ്റ് ഹോട്ടലിനകത്ത് കയറി അവിടെ വെച്ച് ഞങ്ങളെ മൃഗീയമായി പോലീസ് തല്ലിച്ചതയ്ക്കുകയുണ്ടായി. പിന്നീട് 96-ലായിരുന്നു സുരേഷിന് മർദ്ദനമേൽക്കേണ്ടി വന്നത്. അക്കാലത്ത് കുന്നംകുളം ടൗണിൽ ഫുട്പാത്തിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് മാറ്റാൻ കൌൺസിൽ തീരുമാനമെടുത്തു. പുതിയ ഭരണസമിതിയുടെ ആ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നിലകൊണ്ടു. എന്നാൽ നഗരസഭാ ജീവനക്കാർ ബോർഡ് എടുത്തുമാറ്റുന്നതിനിടയിൽ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് ജീവനക്കാരെയും റോഡിൽ തടിച്ചുകൂടി നിന്നവരെയും അടിച്ചോടിക്കുകയായിരുന്നു. ആ വിവാദങ്ങളായ പരസ്യ ബോർഡ് എടുത്തു മാറ്റാൻ വേണ്ടി കുന്നംകുളം നഗരസഭ തീരുമാനമെടുക്കുകയും
അന്ന് കെ കരുണാകരനാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി കരുണാകരനായ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും പോലീസും ചേർന്ന് കുന്നംകുളത്ത് ഈ ബോർഡ് പൊളിക്കുന്നതിന് എതിരെ നിൽക്കുകയും പോലീസ് ബോർഡ് പൊളിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ളവരെ ആട്ടി ഓടിക്കുകയും ചെയ്തു. ഇതിനിടെ ടൗണിൽ എത്തിയ സുരേഷ് പോലീസ് അതിക്രമം കണ്ട് ഓട്ടോറിക്ഷയിൽ കയറി വൈശ്ശേരിയിലേക്കുള്ള വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഗുരുവായൂർ റോഡിൽ വെച്ച് പോലീസ് ഓട്ടോ തടയുകയും സുരേഷിനെ പിടിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു. തല്ലിക്കൊണ്ടു തന്നെ ജംഗ്ഷൻ വരെ കൊണ്ടുവന്ന ശേഷം പിന്നീട് പോലീസ് ജീപ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിലെത്തിച്ചും മർദ്ദനമുറകൾ തുടർന്നു. കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് പോലും നൽകാതെയായിരുന്നു പോലീസിന്റെ ക്രൂരത. അവിടെ ഗുരുവായൂർ റോട്ടിൽ അടിച്ചു. ഗുരുവായൂർ റോട്ടിൽ നിന്നും അടിച്ച് എന്നെ പഴയ റീഗൽ ഹോട്ടൽ വരെ റോട്ടിലിട്ട് അടിച്ചു. അവസാനം എന്നെ ജീപ്പിലേക്ക് എടുത്ത് എറിയുകയും ജീപ്പിലിട്ടും എന്നെ മർദ്ദിച്ചു. ജീപ്പിലിട്ട് മർദ്ദിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ മർദ്ദനമാണ് അക്കാലത്തുണ്ടായത്. മുഖത്തും അതുപോലെ തന്നെ കഴുത്തിനും എല്ലാം തല്ലിയായിരുന്നു. എൻ്റെ 2 കൈയും എൻ്റെ ഉടുത്ത മുണ്ടടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടി ചെമരനോട് ചേർത്ത് നിർത്തി എന്നെ പുറത്ത് മുട്ടുകൈ കൊണ്ട് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതം ഞാൻ പലപ്പോഴും വെള്ളം ചോദിച്ചിട്ട് പോലും എനിക്ക് വെള്ളം തന്നില്ല. വൈകിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ സ്റ്റേഷനിലെത്തിയതിനു ശേഷമാണ് സുരേഷിനെ നേതാക്കൾക്കൊപ്പം വിട്ടയച്ചത്. ഒരു കേസ് പോലും എടുക്കാതെയായിരുന്നു പോലീസ് സുരേഷിനെ നേതാക്കൾക്കൊപ്പം അയച്ചത്. ക്രൂരമായ 2 പോലീസ് മർദ്ദനങ്ങളുടെ ഭാഗമായി 3 പതിറ്റാണ്ടിനിപ്പുറവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് സുരേഷ് അനുഭവിക്കുന്നത്. ജനപ്രതിനിധിയായ ആദ്യകാലങ്ങളിൽ ഉറക്കെ സംസാരിച്ചാൽ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോഴും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലൂടെയാണ് സുരേഷ് കടന്നുപോകുന്നത്. ഭീകരമായ മർദ്ദനത്തിനെയാണ് അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അക്കാലത്തെ ഭരണകൂടം ഭീകര മർദ്ദന ഭരണകൂടം തന്നെയായിരുന്നു. ഞാൻ DYFIയുടെ കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത്. എന്തായാലും ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ മർദ്ദനങ്ങൾക്കെതിരെ കൃത്യമായ നിലപാടുള്ളവരാണ് ഞങ്ങളെല്ലാവരും തന്നെ. മർദ്ദനം ഒരിക്കലും പാടില്ലാത്തതുമാണ്. ഭീകരമായ മർദ്ദനത്തിൻ്റെ ഓർമ്മകൾ ഈ ഘട്ടത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരികയാണ്. കേരളത്തിൽ ഇപ്പോൾ പോലീസ് രാജാണ് നടക്കുന്നതെന്ന് ചാണ്ടി ഉമ്മൻ MLA. പെരുമ്പിലാവ് ആൽത്തറ തലപ്പിള്ളിപ്പറമ്പിൽ പരേതനായ ദിനകല രാധാകൃഷ്ണന്റെ കുടുംബത്തിനായി KPCC നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. പോലീസ് രാജ് അവസാനിക്കുന്നത് എന്തിലായിരിക്കുമെന്ന ചരിത്രവും സമകാലീന സംഭവങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ജനങ്ങളെ മാനിച്ച് സർക്കാർ പ്രതിനിധികൾ പ്രവർത്തിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകുകയാണ് വേണ്ടതെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി സർക്കുലർ ഇറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ മാനിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ, സർക്കാർ പ്രതിനിധികൾ എല്ലാവരും പ്രവർത്തിക്കണം. ഇതിനകത്ത് വ്യക്തമാണ്, ഇന്നലെ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ബഹുമാനപ്പെട്ട ചേർക്കണമെന്ന്. ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട മന്ത്രിമാരെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി സർക്കാർ ഒരു സർക്കുലർ ഇറക്കണം. ബഹുമാനപ്പെട്ട സഹോദര, ബഹുമാനപ്പെട്ട സഹോദരി എന്ന് വിളിക്കുവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. പോലീസ് പീഡനത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം കോൺഗ്രസ്കാർക്കായി മാത്രമല്ല സാധാരണക്കാർക്കും കൂടിയാണെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും എതിർ പാർട്ടിയിൽപ്പെട്ടവരെ ക്രൂരമായി മർദ്ദിക്കാൻ നിർദ്ദേശം നൽകുന്നതും CPM നേതൃത്വവും LDF സർക്കാരുമാണ്. പല CPM നേതാക്കളും പോലീസ് സ്റ്റേഷനുകളിൽ ഇടനിലക്കാരായി നിന്ന് കമ്മീഷൻ പറ്റുന്നവരാണ്. ഇതിന്റെ ഫലമായി സാധാരണക്കാർക്ക് പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത അവസ്ഥയാണെന്നും കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും TV ചന്ദ്രമോഹൻ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ഏറ്റവും അധികം, ഞാൻ പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല, ഏറ്റവും അധികം മാനസിക പ്രയാസം അനുഭവിക്കുന്നത് പോലീസുകാരാണ്. അത്രയേറെ തെറ്റായ കാര്യങ്ങൾ അവരെ കൊണ്ട് ലോക്കൽ സഖാക്കന്മാരും ഗവൺമെന്റും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ഭരണകക്ഷിയുടെ നേതൃത്വം പറഞ്ഞനുസരിച്ച് തല്ലുക മാത്രമല്ല, അത് ഒത്തുതീർപ്പാക്കി കൊടുക്കേണ്ട ചുമതലയും പണം വാങ്ങിച്ച് പാർട്ടിയെ ഏൽപ്പിക്കേണ്ട ചുമതലയും കൂടി ഒരാളെ ഏൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും?
കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VS സജിത്, ബിജോയ് ബാബു, എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സഫീന അസീസ്, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് PK വിനയകുമാരൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MM നിഷാദ്, ഷറഫുദ്ദീൻ പന്നിത്തടം, ഫ്രെഡി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. മണ്ണുത്തി കാളത്തോട് പുതുപ്പറമ്പിൽ മുഹമ്മദ് സ്വാലിഹിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇയാൾ അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രി 9:30യോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോരുന്ന KSRTC ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. തോളിലിന് പൊട്ടലേറ്റ രാജേഷ് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സ്വാലിഹുമായി തർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റും മെഷീനും കേടുപാടുകൾ സംഭവിച്ചതായും രാജേഷ് കുമാർ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമായി. കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. പഞ്ചായത്ത് പ്രസിഡന്റും കർഷകരും ചേർന്നു നടത്തിയ യോഗത്തിലാണ് സർക്കാർ നിർദ്ദേശമനുസരിച്ച് കൃഷിനാശം വരുത്തുന്ന പന്നികളെ കണ്ടെത്തി വെടിവെച്ചു കൊല്ലുവാനും സംസ്കരിക്കാനുമുള്ള തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിലായി മുണ്ടകൻ കൃഷിക്കായി തയ്യാറാക്കിയ നിരവധിയിടങ്ങളിലെ ഞാറ്റടിക്കലാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. വെടിവെക്കാൻ വരുന്ന ഷൂട്ടർക്ക് ഒരു പന്നിക്ക് 1500 രൂപയും ഒരു ദിവസം കൊല്ലുന്ന പന്നികളെ സംസ്കരിക്കാൻ 2500 രൂപയും പഞ്ചായത്ത് നൽകുമെന്ന് പ്രസിഡന്റ് രാജേന്ദ്രൻ പറഞ്ഞു. ഇതിനായി തൃശൂരിൽ നിന്നുമുള്ള വിദഗ്ധ ഷൂട്ടർ അലക്സിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘമാണ് പന്നികളെ വെടിവെച്ചു കൊല്ലുവാനായി നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ കൃഷിയിടത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള പൊന്തക്കാടുകൾ വെട്ടിമാറ്റാൻ സ്ഥലമുടമയ്ക്ക് നിർദ്ദേശം നൽകും. നിർദ്ദേശം പാലിക്കാത്ത പക്ഷം പഞ്ചായത്ത് നേരിട്ട് പൊന്തക്കാടുകൾ വെട്ടിമാറ്റുകയും ഇതിനായി വരുന്ന ചിലവ് സ്ഥലമുടമയിൽ നിന്നും ഈടാക്കുകയും ചെയ്യും. പ്രസിഡന്റ് രാജേന്ദ്രന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ, കൃഷി ഓഫീസർ ഷഫ്രിയ ഷെറിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, കർഷകർ, വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. 2025 ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം പ്രശസ്ത പഞ്ചവാദ്യം തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രന് സമ്മാനിക്കും. 55,555 രൂപയും ശ്രീ ഗുരുവായൂരപ്പന്റെ രൂപം മുദ്രണം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും ബലകവും പ്രശസ്തിപത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 14 വൈകുന്നേരം 5 മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ പുരസ്കാരം നൽകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻ കുട്ടിമാരാർ, ഡോക്ടർ TK നാരായണൻ എന്നിവർ ഉൾപ്പെട്ട ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാര നിർണയ സമിതിയാണ് പെരിങ്ങോട് ചന്ദ്രനെ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്തത്. തുടർന്ന് ദേവസ്വം ഭരണസമിതി യോഗം ശുപാർശ അംഗീകരിച്ച് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തു. കണ്ണന്റെ പിറന്നാളിനൊരുങ്ങി ഗുരുവായൂർ. ഞായറാഴ്ചയാണ് അഷ്ടമിരോഹിണി ആഘോഷം. അഷ്ടമിരോഹിണി ദിനത്തിൽ പൊതുവരിയിൽ നിന്ന് ദർശനം നടത്തുന്നവർക്കാണ് മുൻഗണന. വരി കൊടിമരത്തിന് സമീപത്തുകൂടി നേരിട്ട് അകത്ത് പ്രവേശിപ്പിക്കും. മുതിർന്ന പൗരന്മാർക്ക് പുലർച്ചെ 4:30 മുതൽ 5:30 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും പ്രത്യേക വരിയുണ്ട്. അഷ്ടമിരോഹിണി നാളിൽ 40,000 പേർക്ക് പിറന്നാൾ സദ്യയൊരുക്കും. അന്നലക്ഷ്മി ഹാളിലും പ്രത്യേക പന്തലിലും ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി 2100 പേർക്ക് സദ്യ കഴിക്കാം. രാവിലെ 9-ന് സദ്യ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 വരെ വരിയിലുള്ളവർക്ക് സദ്യ ലഭിക്കും. തദ്ദേശ നിവാസികൾക്ക് നിലവിലുള്ള രീതി തുടരും. ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള ദർശന സൗകര്യവുമുണ്ടാകും. അഷ്ടമിരോഹിണി ആഘോഷത്തിനായി 38.4 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും കാഴ്ചശീവേലിയുണ്ട്. രാവിലെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ഉച്ചകഴിഞ്ഞ് വൈക്കം ചന്ദ്രന്റെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ഗുരുവായൂർ ശശിമാരാരുടെ തായമ്പകയുണ്ട്. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ശശിമാരാരും മുരളിയും നയിക്കുന്ന എടയ്ക്ക, നാഗസ്വരമേളം എന്നിവ അകമ്പടിയാകും. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയുടെ ഭാഗമായുള്ള ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണാവതാരം കഥ വരുന്ന രീതിയിലാണ് വർഷം തോറും നടത്തിവരുന്ന പാരായണം ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, മനോജ് പി നായർ എന്നിവർ യജ്ഞാചാര്യന്മാരെ ആചാര്യവരണം നടത്തി. തുടർന്ന് മാഹാത്മ്യ പാരായണമുണ്ടായി. ദിവസവും രാവിലെ 5 മണി മുതൽ പാരായണം, 11-നും ഉച്ചയ്ക്ക് 1 മണിക്കും പ്രഭാഷണവും ഉണ്ടാകും. അഷ്ടമിരോഹിണി ദിനമായ സെപ്റ്റംബർ 14 ഞായറാഴ്ച രാത്രി ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്യും. സെപ്റ്റംബർ 17 ഉച്ചയ്ക്ക് 12 മണിക്ക് സപ്താഹയജ്ഞ സമർപ്പണം നടക്കും. കുന്നംകുളത്തുകാരുടെ നിരന്തര ആവശ്യമായിരുന്ന സി വി ശ്രീരാമൻ സാംസ്കാരിക നിലയം യാഥാർത്ഥ്യമാകുന്നു. സി വി ശ്രീരാമൻ കൾച്ചറൽ സെന്റർ നിർമ്മാണത്തിന് എ.സി. മൊയ്തീൻ എം.എൽ.എയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് 80 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതിയായി. കുന്നംകുളം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മധുരക്കുളത്തിനോട് ചേർന്ന സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുക. തദ്ദേശ വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് 5000 ചതുരശ്ര അടി വിസ്തീർണമുണ്ടാകും. ഓഫീസ്, മീറ്റിംഗ് ഹാൾ, വായനാമുറികൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുന്നംകുളത്തെ സാംസ്കാരിക പ്രവർത്തനത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടാകും. സാങ്കേതിക അനുമതി കൂടി ലഭ്യമാകുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് എം.എൽ.എ അറിയിച്ചു. സെനാബിൾ ഗ്രൂപ്പ് ദുബായിയും ഇൻകാസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് പുത്തൻകുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച പരേതനായ ദിനകല രാധാകൃഷ്ണന്റെ കുടുംബത്തിനായുള്ള വീടിന്റെ താക്കോൽദാനം ചാണ്ടി ഉമ്മൻ എം.എൽ.എ നിർവഹിച്ചു. ദിനകല എന്ന പേരിൽ ചിത്രരചനാ വിദ്യാലയം നടത്തിയിരുന്ന പരേതനായ രാധാകൃഷ്ണന്റെ ഭാര്യ രമ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം KPCCയുടെ 1000 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ കൊടമുക്കിൽ പൂർണ്ണചന്ദ്രഭവൻ എന്ന പേരിൽ വീട് നിർമ്മിച്ചു നൽകിയത്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നാസർ കല്ലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് വീടിന്റെ നിർമ്മാണം നടത്തിയ കരാറുകാരൻ ജയനെ ആദരിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, മെമ്പർ ജോസഫ് ചാലിശ്ശേരി, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഷക്കീർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വീടിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ വീട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും KPCCയുടെ ഒരു തീരുമാനം നടപ്പിലാക്കുവാൻ അതിന് ആർജവത്വം കാണിച്ച ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ സ്മരണയിലാണ് നിങ്ങൾ ഈ വീട് കൊടുക്കുന്നത് എന്നറിയുന്നതിലും അതിയായ സന്തോഷം. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ആൾക്കാരെ സഹായിക്കുന്നതിന് മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹത്തിന് പേര് വരുന്നതിനൊട്ടും താല്പര്യമില്ല. അദ്ദേഹം കാരണമാണ് ഞാനിവിടെ എത്തിയത്. അല്ലെങ്കിൽ ഞാൻ പതുക്കെ ഒന്ന് MLA ഏൽപ്പിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും പരിപാടികളുണ്ട്. ഒപ്പം ഒരു വീടിന് ഞങ്ങൾ കൊടുത്ത പുതുപ്പള്ളിയിൽ കൊടുക്കുന്ന ഒരു വീടിൻ്റെ പാലുകാച്ചിലുണ്ട്. അതിന് അനുബന്ധിച്ച് പല പരിപാടികൾ മണ്ഡലത്തിലുള്ള ദിവസം കൂടിയാണ്. വിയർപ്പിന്റെ ഗന്ധമുണ്ട് നിർമ്മാണ തൊഴിലാളിയായ NC ശശികുമാറിന്റെ കവിതകൾക്ക്. എരുമപ്പെട്ടി ഉമിക്കുന്ന് സ്വദേശിയായ ശശികുമാർ തന്റെ ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഊതിക്കാച്ചിയെടുത്ത കവിതകൾ വെയിൽ ഗന്ധങ്ങൾ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പുറം ലോകത്തെത്തിക്കുകയാണ് സഹപാഠി കൂട്ടായ്മ. നാൽപ്പത് വർഷമായി കെട്ടിട നിർമ്മാണ രംഗത്ത് തൊഴിലെടുക്കുന്ന ശശികുമാർ താൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന വെയിലിനെ തന്റെ സുഹൃത്തായി കണ്ട് കഥാപാത്രമാക്കി എഴുതിയ കവിതയാണ് വെയിൽ ഗന്ധങ്ങൾ. സൂര്യാഘാതത്തെ പശ്ചാത്തലമാക്കി എഴുതിയ കവിതയിൽ വിയർപ്പിൽ മുഷിഞ്ഞവരെ സമൂഹം കയ്യകലത്തിലേക്ക് മാറ്റി നിർത്തുന്ന പ്രവണതയ്ക്കെതിരെയുള്ള വിമർശനവും പ്രതിഷേധവുമുണ്ട്. 40 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് വെയിലായിട്ടാണ്. വെയിലിനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് ഞാൻ. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ചില തിന്മ ചിന്തകളിലെ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ അതിൽ എഴുതിയത്. യുദ്ധം, അതുപോലെ ഫാസിസം, മനുഷ്യനുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇരവൽക്കരണം, ഇതൊക്കെയാണ് എൻ്റെ കവിതകളെ നല്ലപോലെ സ്വാധീനിക്കാറുള്ളത്. കവിത എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ചിലപ്പോൾ ഒരു 2-3 മാസം വരെ ഒരു വാചകം പോലും എനിക്ക് കിട്ടാതിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു ദിവസം 2-3 കവിത എൻ്റെ മനസ്സിൽ വന്നു പറയും. അതങ്ങനെ സംഭവിച്ചു പോകുന്നത്. ഞാനതിന് പ്രിപ്പയർഡ് ആവാറില്ല. എഴുതാൻ നല്ല വായിച്ച ഭാഷ മനസ്സിലുണ്ട്. നല്ലോണം വായിച്ച ഒരു ഭാഷ മനസ്സിലുള്ളതുകൊണ്ട് കവിത എഴുത്ത് തന്നെ നന്നായി സഹായിക്കാറുണ്ട്. 200-ൽ പരം കവിതകൾ എഴുതിയിട്ടുണ്ട് ശശികുമാർ. ഇതിൽ തെരഞ്ഞെടുത്ത 70 കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളും പാർശ്വവൽക്കരണവും ഇരവൽക്കരണവും മനുഷ്യന്റെ ദുഃഖവും അധിനിവേശവുമെല്ലാം ശശികുമാറിന്റെ കവിതകളിലുണ്ട്. യുദ്ധത്തിനെതിരെ സാമൂഹിക മാധ്യമത്തിലെഴുതിയ ജയം എന്ന കവിത ഏറെ പ്രശംസ നേടിയിരുന്നു. ചിതറിക്കിടക്കുന്ന ജഡങ്ങൾക്കിടയിൽ മണ്ണിൽ മുഖം ചേർത്ത് കിടക്കുന്നു ഒരു പിഞ്ചു ജഡം. അവനും മണ്ണിനുമിടയിൽ ദൈവം മരിച്ചു കിടക്കുന്നു. അവനും മണ്ണിനുമിടയിൽ ദൈവം മരിച്ചു കിടക്കുന്നു. അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ഇപ്പോഴും മുലപ്പാൽ ചൊരുത്തിക്കൊണ്ടിരിക്കുന്നു മുറിഞ്ഞുപോയൊരു മുലക്കണ്ണ്. അവൻ്റെ ഹൃദയത്തിലിരുന്ന് ഒരു വെടിയുണ്ട രക്തം തുപ്പിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. അറ്റുപോയ അവൻ്റെ കൈകൾ ചിതറിപ്പോയ തൻ്റെ അമ്മയെ തിരയുന്നു. അറ്റുപോയ അവൻ്റെ കൈകൾ ചിതറിപ്പോയ തൻ്റെ അമ്മയെ തിരയുന്നു. വംശവെറിയുടെ യന്ത്രകഴുകന്മാർ മാനത്ത് അഗ്നി വർഷിച്ച് പറന്നുല്ലസിക്കുന്നു ഇപ്പോഴും. വംശവെറിയുടെ യന്ത്രകഴുകന്മാർ മാനത്ത് അഗ്നി വർഷിച്ച് പറന്നുല്ലസിക്കുന്നു അപ്പോഴും. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982-83 വർഷത്തെ SSLC കൂട്ടായ്മയായ ഈ മനോഹര തീരത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് അലുമിനി ബുക്സ് എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. ഈ ബാച്ചിലെ അംഗമായ ചുമർ ചിത്രകാരൻ PK സദാനന്ദനാണ് കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 13 ഉച്ചതിരിഞ്ഞ് 2:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കവി രാവുണ്ണി പുസ്തകം പ്രകാശനം ചെയ്യും. ചടങ്ങ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TK വാസു ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനായി പോർക്കുളം പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. കരുവാൻപടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ നടത്തിയ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഖില മുകേഷ്, KC കുഞ്ഞൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും രക്ഷിതാക്കളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ICDS ചെയർപേഴ്സൺ അനിത, അങ്കണവാടി അധ്യാപകർ, ഹെൽപ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. അതെന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നമ്മൾ നൽകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകമായ ക്ലിനിക്കുകൾ നടത്തി, ക്യാമ്പുകൾ നടത്തി, എന്തൊക്കെ കുറവുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ടാണ്. ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുത്ത പുന്നേർകുളത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ബഡ് സ്കൂൾ കാട് പിടിച്ച നിലയിൽ. കഴിഞ്ഞ ഏപ്രിലാണ് മന്ത്രി R. ബിന്ദു പുന്നേർകുളം ചമ്മന്നൂരിൽ ബഡ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. മെയ് മുതൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസമായിട്ടും സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഉപയോഗമില്ലാത്തതിനാൽ സ്കൂളിന്റെ പരിസരം പാഴ്പുല്ലുകൾ പടർന്ന് കാടുപിടിച്ച അവസ്ഥയിലാണ്. മുൻവശത്തെ ജനലുകൾ തകർന്നിട്ടുണ്ട്. ജനലുകൾ തുറന്ന് കിടക്കുന്നതിനാൽ കെട്ടിടത്തിനുള്ളിലേക്ക് മരപ്പട്ടി, വവ്വാലുകൾ തുടങ്ങിയവ കയറിയിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. നാഷണൽ റർബൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഫർണിച്ചർ, കുട്ടികൾക്കുള്ള ഉപകരണങ്ങൾ എന്നിവയ്ക്കായി കുടുംബശ്രീ ജില്ലാ മിഷൻ 25 ലക്ഷവും ചുറ്റുമതിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്നിവയ്ക്കായി 20 ലക്ഷം രൂപ പഞ്ചായത്തും വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ ഫർണിച്ചറുകളും കുട്ടികൾക്കുള്ള ചില ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട്. ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ല. 4 വർഷം മുമ്പാണ് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കോസ്റ്റ് ഫോർഡാണ് നിർമ്മാണ ചുമതല. ഇടയ്ക്ക് വെച്ച് പലതവണ നിർമ്മാണം നിർത്തിവെച്ചിരുന്നു. 2023 ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് പഞ്ചായത്തിന് അവാർഡ് ലഭിക്കുന്നത്. ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണം കൂടി അവാർഡ് പരിഗണിക്കുന്നതിൽ ഉൾപ്പെടുത്തിയിരുന്നു.
പുന്നയൂർ പഞ്ചായത്തിലെ ക്ഷീരകർഷകർക്ക് കറവപ്പശു കാലിത്തീറ്റ വിതരണം ചെയ്തു. 60ഓളം ക്ഷീരകർഷകർക്കാണ് കാലിത്തീറ്റ നൽകിയത്. ഒരു മാസം ചാക്കൊന്നിന് 500 രൂപ സബ്സിഡി നിരക്കിൽ 4 ചാക്ക് വീതം 5 മാസത്തേക്ക് നൽകും. ഒരു കർഷകന് 10,000 രൂപ വരെ സബ്സിഡിയായി ലഭിക്കുന്നതാണ് പദ്ധതി. കാലിത്തീറ്റ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ നിർവഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ അനൂപ്, ജിയോ ജോസ്, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ KLCB എന്നിവർ സംസാരിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യമായി നെൽവിത്ത് വിതരണം ചെയ്തു. സൗജന്യ നെൽവിത്ത് വിതരണം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. കാക്കത്തുരുത്ത് പാടശേഖര സമിതി പ്രസിഡന്റ് P. ശിവശങ്കരൻ അധ്യക്ഷനായി. പാടശേഖര സമിതി ഭാരവാഹികളായ KP സണ്ണി, PP മോഹനൻ, പ്രദീപ് തുമ്മിൽ, MR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 1 ഏക്കറിന് 25 കിലോ വീതമാണ് വിതരണം ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ വിലയുള്ള ഉമാവിത്താണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്തിലെ വാഗ, കാക്കത്തുരുത്ത്, കുണ്ടുപാടം, ചെമ്മങ്ങാട്, കുറ്റിക്കാട്ട്, ബ്രാലായി, കാട്ടൂപ്പാടം, കണിയാംതുരുത്ത്, കോക്കൂർപാടം എന്നീ പാടശേഖരങ്ങളിൽ 250 ഹെക്ടറിലാണ് കൃഷി ചെയ്തു വരുന്നത്. ഉമാ നെൽവിത്ത് കൃഷി ചെയ്യുന്നത് മൂലം ഏക്കറിന് 2800 മുതൽ 3200 വരെ കിലോ നെല്ലാണ് ലഭിക്കുന്നത്. റോഡ് വികസനവും ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കലും കാരണം അക്കിക്കാവ് സെന്ററിൽ വലിയ ഗതാഗതക്കുരുക്ക്. അക്കിക്കാവ് സിഗ്നൽ മുതൽ അൻസാർ കോളേജ് വരെ വലിയ ഗതാഗതക്കുരുക്കായിരുന്നു. രാവിലെ അക്കിക്കാവ് സെന്ററിലെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത്. പിന്നീടാണ് പോലീസ് എത്തിയത്. മേലെ അക്കിക്കാവിലെ ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതാണ് പ്രധാനമായും ഗതാഗതക്കുരുക്കിന് കാരണമായത്. പാറയമ്പാടത്തും വാഹനത്തിരക്കുണ്ടായി. ഇന്നലെ രാത്രി മുതൽ വാഹനങ്ങളെല്ലാം പാറയമ്പാടം പഴഞ്ഞി വഴിയാണ് അക്കിക്കാവിലെത്തിയത്. രാത്രി സമയത്ത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിരുന്നു കാരണം. ഇന്ന് രാവിലെയും വാഹനങ്ങൾ പാറയമ്പാടം വഴിയാണ് തിരിച്ചുവിട്ടത്. മഴ മാറി നിൽക്കുന്നതിനാൽ മേഖലയിലെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർമ്മാണ കമ്പനി ശ്രമിക്കുന്നുണ്ട്. പലയിടത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റൽ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാനായിട്ടില്ല. റോഡുകളുടെ അരികു കെട്ടുന്ന പ്രവൃത്തിയും നടന്നുവരുന്നുണ്ട്. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരും യാത്രികരും ആവശ്യപ്പെടുന്നത്. പട്ടാമ്പിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണങ്ങളും പണവും അടങ്ങിയ ബാഗ് ഒടുവിൽ ഉടമസ്ഥർക്ക് കൈമാറി. ചെന്നൈയിൽ നിന്നുമെത്തിയ ഉടമസ്ഥ സുജാത പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബാഗ് ഏറ്റുവാങ്ങി. പട്ടാമ്പിയിൽ കളഞ്ഞുകിട്ടിയ 10 പവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് ഒടുവിൽ ഉടമസ്ഥർക്ക് കൈമാറി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ബാഗിന്റെ ഉടമ ജാർഖണ്ഡിലുള്ള സുജാതയും സഹോദരി ചെന്നൈയിൽ താമസിക്കുന്ന ബിന്ദുവും സ്റ്റേഷനിലെത്തി ബാഗ് കൈപ്പറ്റിയത്. പട്ടാമ്പിയിലെ ബന്ധുവിന്റെ കല്യാണത്തിനെത്തിയതായിരുന്നു ഇരുവരും. ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്ന വേളയിലാണ് 10.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് കൽപ്പകയിൽ വെച്ച് നഷ്ടമായത്. ഇവർ ഒറ്റപ്പാലത്തെത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. പിന്നീട് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പി വഴി പോകുകയായിരുന്ന ഓങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സബാദിന് ബാഗ് ലഭിച്ചത്. ബാഗ് പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും അടങ്ങിയ ബാഗാണെന്ന് മനസ്സിലായത്. പിന്നീട് ഉടമസ്ഥരെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. തുടർന്നാണ് ബാഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. ബാഗ് നഷ്ടപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തതോടെ ഉടമസ്ഥരെ കണ്ടെത്താൻ പ്രയാസമുണ്ടായില്ല. അബ്ദുൾ സബാദിന്റെ മാതൃകാ പ്രവർത്തനത്തിന് അഭിനന്ദന പ്രവാഹമായിരുന്നു. പിന്നീട് രാവിലെ കച്ചവടത്തിന് പോകുമ്പോഴായിരുന്നു കിട്ടിയിരുന്നത്. ഞാൻ വേറെ എവിടെയെങ്കിലും ഈ ബാഗ് ഏതാണെന്ന് കിട്ടിയപ്പോൾ എനിക്കറിയില്ല. വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. കാരണം വേറെ എവിടെയും ഏൽപ്പിച്ചു പോകണ്ട, നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞാനെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ ഞാൻ ഞങ്ങളുടെ നമ്മുടെ അറിയപ്പെട്ട ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറേയും എൻ്റെ കൂട്ടുകാരെ റസാക്കിനെ എല്ലാം വിളിച്ചിട്ട് ഇവിടെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ അവർ വന്നതിൻ്റെ നിന്ന് അവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത്. പട്ടാമ്പി CI അർഷാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ബാഗ് ഉടമകൾക്ക് കൈമാറിയത്. ബാഗ് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം ഇവർ പങ്കുവച്ചു. പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പാലത്ത് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ റെഡിയായിട്ട് 12 ഉണ്ടായിരുന്നു. എല്ലാം വണ്ടിയിൽ കയറ്റിയപ്പോൾ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ ബാഗ് വണ്ടിയിലായിട്ട് ഞങ്ങൾ പിന്നീട് ബസ്സിൽ പോയതാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുന്നത് അറിഞ്ഞില്ല. 12 അവിടെ ഇറക്കിയപ്പോൾ 11 ഉണ്ടായിരുന്നു. അപ്പോൾ ബാഗ് ഞങ്ങൾ അടുത്ത് ഒറ്റപ്പാലം വണ്ടി വരെ വരാറായി. ബാഗിൻ്റെ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷനിൽ പോയപ്പോൾ അവരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ അവർ ഫോൺ ചെയ്ത് ഷൊർണൂർ സ്റ്റേഷനിൽ പട്ടാമ്പി സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ കുറേ ഇട്ടിരുന്നു. ഞങ്ങൾ മാതൃകാ പ്രവർത്തനം നടത്തിയ സബാദിന് ഉപഹാരവും ഇവർ നൽകി.
മാതൃകാ പ്രവർത്തനം നടത്തി വലിയ ശ്രദ്ധ സബാദ് പിടിച്ചുപറ്റിയെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും പട്ടാമ്പി CI അൻഷാദും പറഞ്ഞു. അവരുടെ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൈമാറുന്നതാണ്. അതൊരു വലിയൊരു പുണ്യപ്രവൃത്തി എന്ന് തന്നെ പറയാം. അതിലേക്ക് നയിച്ചിട്ടുള്ള അതിൻ്റെ ആ പ്രവൃത്തി തന്നെയാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. കരിയന്നൂർ കാവിൽവട്ടം റോഡിന്റെ നിർമ്മാണം നിലച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയറെ കാണാൻ പഞ്ചായത്തിൽ വന്ന വാർഡ് മെമ്പർ സതി മണികണ്ഠനും നാട്ടുകാർക്കുമെതിരെ പ്രസിഡന്റ് നൽകിയ കള്ളപ്പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇറങ്ങിപ്പോക്ക്. തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡ് നിർമ്മാണം ടെൻഡർ നടത്തിയതിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളായ 1, 2, 3, 6 എന്നിവയെ അവഗണിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് MK ജോസിന്റെ നേതൃത്വത്തിൽ സുധീഷ് പറമ്പിൽ, മാഗി അലോഷ്യസ്, PK മാധവൻ, റീന വർഗീസ്, റിജി ജോർജ്, സതി മണികണ്ഠൻ, MC ഐജു എന്നിവരാണ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്നത്. കരിയന്നൂരും കാവിൽവട്ടം റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട് സതിമൻ മെമ്പറും പിന്നെ നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ MK കബീറിനെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിപ്പിച്ചിരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റ്. അതുമായി സംസാരിച്ച് പ്രസിഡന്റ് സതി മെമ്പർക്ക് ഇതേ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം അതിലേക്ക് തന്നെ ചോദ്യം എത്തിയത് സതി മെമ്പർക്കെതിരെ പരാതി കൊടുത്തതിന് ആ പരാതി പിൻവലിക്കാത്ത പ്രതിഷേധിച്ച് നമ്മൾ ഈ 2 വിഷയങ്ങൾ മുൻനിർത്തി നമ്മൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ്. പോർക്കുളം പഞ്ചായത്തിൽ ഉൾപ്പെട്ട വേദക്കാട്, കുതിരപ്പാടം എന്നിവിടങ്ങളിൽ മുണ്ടകൻ കൃഷിയുടെ ഞാറുനടിയിൽ പുരോഗമിക്കുന്നു. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഉമാവിത്താണ് ഇത്തവണയും കർഷകർ കൃഷി ചെയ്യുന്നത്. മൂപ്പെത്തിയ നെൽച്ചെടികൾ പറിച്ചു നടുകയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിഥി തൊഴിലാളികളാണ് ഞാറു പറിച്ചു നടുന്നത്. 2 ആഴ്ച കൊണ്ട് ഞാറുനടിയിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 4 മാസത്തെ പരിപാലനത്തിന് ശേഷം ഡിസംബർ അവസാനത്തോടെ കൊയ്ത്ത് തുടങ്ങാനാകും. വെള്ളം സുലഭമായി ലഭിച്ചാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സബലമാവട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി ബാലഗോകുലം പുന്നേർകുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനം സെപ്റ്റംബർ 14 വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ച് വിവിധ പരിപാടികളാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്നത്. പുന്നേർകുളം, പുന്നയൂർ, വടക്കേക്കാട്, കാട്ടകമ്പാൽ എന്നീ പഞ്ചായത്തുകളിൽ 40ഓളം ശോഭായാത്രകൾ, 10 സ്ഥലങ്ങളിൽ ഗോപൂജ, ഉറിയടി മത്സരം, കലാവിജ്ഞാന മത്സരം എന്നിവയും അന്നേ ദിവസം ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്രത്തിൽ രാവിലെ 8 മണി മുതൽ രമണി അശോകൻ നാലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ ജ്ഞാനപ്പാന പാരായണവും ഉണ്ടായിരിക്കും. ശോഭയാത്രകളിൽ 5000-ലധികം കൃഷ്ണ, രാധിക, കുചേലവേഷം ധരിച്ച ഉണ്ണികളും സ്വാഗത സംഘം അംഗങ്ങളും കേരളീയ വസ്ത്രം ധരിച്ച അമ്മമാരും അണിനിരക്കും. കൂടാതെ ഗോപികാ നൃത്തം, ഭജന, നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയിലുണ്ടായിരിക്കും. ബാലഗോകുലം തൃശൂർ റവന്യൂ ജില്ലാ ഉപാധ്യക്ഷൻ KM പ്രകാശൻ, സ്വാഗത സംഘം ചെയർമാൻ TV ശ്രീനിവാസൻ, ട്രഷറർ MG സുരേഷ്, രക്ഷാധികാരി ചന്ദ്രൻ മാങ്കുഴി, താലൂക്ക് സെക്രട്ടറി KA മധു, താലൂക്ക് സഹകാര്യദർശി KB അനിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശാന്തിമഠ സമർപ്പണം നടന്നു. ക്ഷേത്രം കമ്മിറ്റി ട്രസ്റ്റി അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സാവിത്രി ടീച്ചർ പാലുകാച്ചൽ കർമ്മം നിർവഹിച്ചു. ഭാരവാഹികളായ AM ഗോപിനാഥ്, TR നാരായണൻ, മുരളീധരൻ അമ്പലപ്പാട്ട്, MS ശിവദാസൻ, രഘു കരിയന്നൂർ, മുരളി കരിയന്നൂർ, NR ചന്ദ്രൻ, വിജയൻ തേറുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭാ കൌൺസിലറും CPIM നേതാവായിരുന്ന NV സോമനെ അനുസ്മരിച്ചു. ചാവക്കാട് ബേബി റോഡ് ജംഗ്ഷനിൽ CPIM മണത്തല ലോക്കൽ കമ്മിറ്റി നടത്തിയ അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ അധ്യക്ഷനായി. DYFI ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, KV ശശി, കരിമ്പൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു. കുറുമാൽ വിശ്വാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വാസ് ഓണം 2025 എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുത്തരീഫ് സെന്ററിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾക്ക് പ്രസിഡന്റ് MP സെബിൻ, സെക്രട്ടറി ആദർശ്, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹെൽന എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യൂർ ആശാരി മുതുവട്ടൂർ മണികണ്ഠന്റെ മകൻ കൃഷ്ണേന്ദിനെയാണ്
വ്യാഴാഴ്ച രാവിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 18 വയസ്സായിരുന്നു. കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. തൃശൂർ വിക്ടറി ITCയിലെ വിദ്യാർത്ഥിയായിരുന്നു. ധന്യമാതാവും രാഗന്ത്, അനുവിന്ദ് എന്നിവർ സഹോദരങ്ങളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 133 രൂപ. ചരമം അഞ്ഞൂർ പുലിക്കോട്ടിൽ സണ്ണി ഭാര്യ മേഴ്സി നിര്യാതയായി. 52 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി സെമിത്തേരിയിൽ നടത്തി. സൗമ്യ, ശാന്തി, നവീൻ എന്നിവർ മക്കളാണ്. കുനമുച്ചി പന്നിശ്ശേരി അയമുക്കിൽ കുഞ്ഞുണ്ണി നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് എളവള്ളി പൊതുശ്മശാനത്തിൽ നടത്തും. അനിത ഭാര്യയും ആകാശ്, പരേതനായ അക്ഷയ് എന്നിവർ മക്കളുമാണ്. കാണിപ്പയ്യൂർ ആനായ്ക്കൽ റോഡിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് തോരപ്പറമ്പിൽ പരേതനായ ചാത്തൻ മകൾ അമ്മിണി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് അടുപ്പുട്ടി കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടത്തും. അവിവാഹിതയാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ VS സുജിത്തിനെ സന്ദർശിക്കുന്നതിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പിന്മാറി. സുരേഷ് ഗോപിയുടെ സന്ദർശനം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിൽ നേതൃത്വം ഇടപെട്ടാണ് സന്ദർശനം റദ്ദാക്കിയതെന്ന് സൂചന. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. മണ്ണുത്തി കാളത്തോട് പുതുപ്പറമ്പിൽ മുഹമ്മദ് സ്വാലിഹിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. തൃശൂരിൽ നിന്നുള്ള വിദഗ്ധ ഷൂട്ടർ അലക്സിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘത്തെ പന്നികളെ വെടിവെച്ചു കൊല്ലുവാനായി നിയോഗിച്ചു. കണ്ണന്റെ പിറന്നാളിനൊരുങ്ങി ഗുരുപവനപുരി. അഷ്ടമിരോഹിണി ആഘോഷം ഞായറാഴ്ച. പൊതുവരിയിൽ നിന്ന് ദർശനം നടത്തുന്നവർക്ക് മുൻഗണന നൽകും. 40,000 പേർക്ക് പിറന്നാൾ സദ്യയൊരുക്കും. അഷ്ടമിരോഹിണി നാളിൽ അന്നലക്ഷ്മി ഹാളിലും പ്രത്യേക പന്തലിലും ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി സദ്യയൊരുക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.